2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് 2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. വടകരയുടെ കിഴക്കൻ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചു. തണ്ടർബോട്ട് ഉൾപ്പെടെയുള്ള സംഘം തെരച്ചിൽ നടത്തി. മണിയൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി കിണറ്റിൽ മരിച്ച നിലയിൽ. ദുരന്തം വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടങ്ങളുമായി കോൺഗ്രസ് ജനങ്ങളിലേക്ക്. മൂടാടിയിൽ കാൽനട ജാഥ നടത്തി. ഔഷധവില നിയന്ത്രണത്തിന്റെ പേരിൽ കുത്തക കമ്പനികൾ ചൂഷണത്തിന്റെ വഴി. ശക്തമായ നടപടി വേണമെന്ന് ഫാർമസിസ്റ്റ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. കിഴക്കൻ മലയോരത്ത് മാവോയിസ്റ്റ് സാന്നിധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. വയനാട്ടിൽ നിന്നെത്തിയ തണ്ടർബോട്ടും ലോക്കൽ പോലീസും വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. നാദാപുരം ഡിവൈഎസ്പി VP സുരേന്ദ്രൻ, കുറ്റ്യാടി CI VV ബെന്നി, SI PM മനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും 30 പേരടങ്ങിയ തണ്ടർബോൾട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാണ് ശനിയാഴ്ച രാവിലെ മുതൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ നടത്തിയത്. നരിപ്പറ്റ പഞ്ചായത്തിലെ വായാട് കുറിച്ച് കോളനിയിലാണ് മാവോയിസ്റ്റുകൾ എത്തിയതായി പറയുന്നത്. വെള്ളിയാഴ്ച സന്ധ്യയോടെ 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 5-അംഗ സംഘം കോളനിയിലെത്തി ലഘുലേഖകൾ വിതരണം ചെയ്തതായും വീടുകളിൽ നിന്ന് അരിയും പച്ചക്കറി സാധനങ്ങളും വാങ്ങിയതായും പറയുന്നു. വിവരം പുറത്തറിയിക്കരുതെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് സംഘം സ്ഥലം വിട്ടത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ എതിരാണെന്നും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും ഇവർ വീട്ടുകാരോട് പറഞ്ഞതായും വിവരമുണ്ട്. ഇതിനുശേഷം സംഘം വയനാട് ഭാഗത്തേക്കാണ് പോയതത്രേ. വിശദമായ പരിശോധനയാണ് ശനിയാഴ്ച കിഴക്കൻ മേഖലയിൽ നടന്നത്. പോലീസ് സംഘം മണിക്കൂറുകളോളം കാട് അരിച്ചുപിറക്കിയെങ്കിലും മാവോയിസ്റ്റുകളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ കൂടി സഹായം വേണ്ടതുണ്ടെന്നാണ് സംസ്ഥാന ഇന്റലിജൻസ് നിലപാട്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷും സംഘവുമാണ് ഈ പ്രദേശത്തെത്തിയതെന്ന് പോലീസിന് ബോധ്യമായി. ഇവരെ ആദിവാസികൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മാവോയിസ്റ്റുകൾ എത്തിയതറിഞ്ഞ് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെള്ളിയാഴ്ച രാത്രി തന്നെ തെരച്ചിലിനായി എത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച കാവിലുംപാറ പഞ്ചായത്തിലെ ചുരണിമലയിൽ കരിങ്കൽ ക്വാറിയിൽ നിർത്തിയിട്ട 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ കത്തിച്ചിരുന്നു. ഇവിടെ നിന്ന് ലഘുലേഖകളും പോസ്റ്ററുകളും കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുന്നതിനിടെയാണ് സമീപ പഞ്ചായത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. മണിയൂർ മുതുവനയിൽ 11കാരി വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ. മുതുവന കിഴക്കേ നെല്ലാച്ചേരി കുഞ്ഞബ്ദുള്ളയുടെ മകളും മുതുവന UP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഷിഫാനയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരമാണ് ഷിഫാന വീട്ടുമുറ്റത്ത് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണു മരിച്ചത്. ഷിഫാനയും ചേച്ചി ഫാത്തിമ ഷെറിനും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. കിണറ്റിൽ വീണ ചെരുപ്പ് എടുക്കാനുള്ള ശ്രമത്തിൽ ഷിഫാന കിണറ്റിൽ വീഴുകയായിരുന്നു എന്ന് പറയുന്നു. ചേച്ചിയുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തിയെങ്കിലും ഇവർക്ക് ഒന്നും ചെയ്യാനായില്ല. വടകരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ഷിഫാനയെ പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഉമ്മ സഫീറയും മറ്റൊരു സഹോദരി ആയിഷ ഹന്നയും സ്ഥലത്തുണ്ടായിരുന്നില്ല. മൃതദേഹം വടകര ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മത്തായി ചാക്കോ പഠന കേന്ദ്രവും DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയും ചേർന്ന് നടത്തുന്ന പഠന ക്യാമ്പ് തുടങ്ങി. 2 ദിവസത്തെ ക്യാമ്പ് നടുവയിൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം TV അനിത ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അതിനുള്ള ഗവൺമെന്റുകൾക്കെതിരായിട്ടാണ് പ്രധാനമാണ്. ചിലപ്പോൾ ചിലയിടങ്ങളിലെല്ലാം കരാറുകാർക്ക് എതിരായിട്ടുള്ള സമരങ്ങളെല്ലാം നടത്തിയിട്ടു. പക്ഷെ ഇതെല്ലാം പൊതുവെ ആ രാജ്യത്തിനകത്തുള്ള ഗവൺമെന്റുകളുടെ പൊതുവായിട്ടുള്ള നിലപാടുകൾക്ക് എതിരെ ആയിട്ടാണ് സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ടുണീഷ്യയിലുണ്ടായത് വളരെയറിയാം. വെള്ളപ്പുഴയിട്ടെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആദിവാസികളെന്ന് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വലിയ പ്രക്ഷോഭം, വലിയ സമരരൂപം 3 താഴമായ അറിയപ്പെടുന്ന നിലയിലേക്ക് മാറുകയാണ്. അപ്പൊ അതിന്റെ പ്രേരണ തന്നെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. സ്വാഗത സംഘം കൺവീനർ KK ഷാജി സ്വാഗതം പറഞ്ഞു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് K മുരളി അധ്യക്ഷനായി. വർത്തമാനകാലത്തെ സംഘടനാ പ്രവർത്തനം, സംസ്കാരത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിന്റെ ഇന്നലകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു.
ജനശ്രീ സുസ്ഥിര വികസന മിഷൻ പയ്യോളി മണ്ഡലം സഭയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പയ്യോളി പഞ്ചായത്ത് പ്രസിഡന്റ് KT സിന്ധു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജനശ്രീയിലുള്ള ഏതെങ്കിലും ഒരാൾ 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ ഒക്കെ പാസ്സാവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ തുല്യതാ പരീക്ഷ എഴുതണം. കാരണം അത് വെറും ഒരു ജോലി എന്നുള്ളൊരു തരത്തിലല്ല. നിങ്ങൾ പല കാരണത്താലും നിങ്ങൾക്ക് SSLC പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അത് ഓരോരുത്തരും ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള രജിസ്ട്രേഷനിൽ ജനശ്രീയിലുള്ള മുഴുവൻ ആൾക്കാരെയും SSLC പരീക്ഷ എഴുതി പാസ്സാവാൻ നമുക്ക് നിങ്ങളുടെ ഭാരവാഹികൾ സഹായിക്കും. ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സബീഷൊക്കെ അത് സാക്ഷരതാ സമിതി അംഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതണം. ജനശ്രീയിലുള്ള മുഴുവൻ പയ്യോളി പഞ്ചായത്തിലെ മുഴുവൻ യൂണിറ്റിലുള്ള മെമ്പർമാരെയും ഈ ഒരു പരീക്ഷ എഴുതാൻ നമുക്ക് സജ്ജമാക്കാൻ കഴിയണം. നമ്മുടെ പയ്യോളി പഞ്ചായത്ത് എല്ലാവരും പാസ്സാവുന്ന തരത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നും രജിസ്ട്രേഷനിലൊക്കെ പങ്കെടുക്കണം എന്ന്. മണ്ഡലം സെക്രട്ടറി സബീഷ് കുന്നങ്ങോത്ത് സ്വാഗതം പറഞ്ഞു. മണ്ഡലം ചെയർമാൻ PK ഗംഗാധരൻ അധ്യക്ഷനായി. P ബാലകൃഷ്ണൻ, പടന്നയിൽ പ്രഭാകരൻ, MT രാമൻ, KT വിനോദൻ, KM റീത്ത തുടങ്ങിയവർ സംസാരിച്ചു. വടകരയിൽ മുത്തുസ്വാമി ദീക്ഷിതർ സംഗീതോത്സവം സംഘടിപ്പിച്ചു. ജപ സ്കൂൾ ഓഫ് മ്യൂസിക്കാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉദയത്ത് ക്ഷേത്രാങ്കണത്തിൽ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. ജലക്ഷാമം കൊണ്ട് കഷ്ടപ്പെടുന്ന എടയാട്ടപുരം ഗ്രാമവാസികളുടെ കഷ്ടതകൾ കണ്ടുകൊണ്ട് അദ്ദേഹം അമൃതവർഷിണി ആ സംഗീത രാഗം അദ്ദേഹം ആലപിച്ചപ്പോൾ മഴ പെയ്തു എന്നാണ് പറയുന്നത്. ആ മഴ പെയ്ത് ആ ഗ്രാമവാസികൾക്കൊക്കെ തന്നെ ആവശ്യമുള്ള വെള്ളം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം മഴ തോരാതെ നിന്നപ്പോൾ ആ മഴ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊരു സംഗീതം പറഞ്ഞപ്പോഴാണ് ആ മഴ നിന്നത് എന്ന് പറയുമ്പോൾ ആ സംഗീതത്തിൻ്റെ മാന്ത്രികമായ കഴിവ് അല്ലെങ്കിൽ ഒരു മാസ്മരികമായ സംഗീതത്തിൻ്റെ ആ ഒരു വശം കൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. മുത്തുസ്വാമി ദീക്ഷിതരെ കുറിച്ച് പറയുമ്പോൾ 500ഓളം കൃതികൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേറിയ കൂറും അത് സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. വലിയ ഒരു ശിഷ്യ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. മാത്രമല്ല 50 വർഷക്കാലത്ത് തൻ്റെ സംഗീത സപര്യ അത് അദ്ദേഹം അവസാനിച്ച് ഇതുപോലെ തന്നെ ഒരു ദീപാവലി ദിവസം വടകരയിൽ ആദ്യമായാണ് മുത്തുസ്വാമി ദീക്ഷിതർ സംഗീതോത്സവം നടക്കുന്നത്. ജബയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 5 വർഷം ത്യാഗരാജോത്സവ സംഗീതയജ്ഞം നടത്തിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് E നാരായണൻ നായർ അധ്യക്ഷനായിരുന്നു. അനി പുതിയോട്ടിൽ, പ്രേംകുമാർ വടകര, നളിനാക്ഷൻ കണ്ണൂക്കര, പള്ളിമൺ മധു, അഡ്വക്കേറ്റ് ജ്യോതികുമാർ, സുരേഷ് കാവിൽ, C സുരേഷ് ബാബു എന്നിവർ ആശംസകൾ നേർന്നു. മണലിൽ മോഹനൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് സംഗീത വിദ്യാർത്ഥികളുടെ ലളിത സഹസ്രനാമ സ്തോത്രം അരങ്ങേറി. 10:30 U ജയന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീതാരാധനയും നടന്നു. ദീക്ഷിതരുടെ 50 കീർത്തനങ്ങൾ ആലപിച്ചു. ഇനിയൊരു ഇടവേള. ഇന്നോളമില്ല ഇതുപോലൊരു ഓണക്കാലം വരവേൽക്കൂ. ഈ ഓണത്തിന് 3G ഓണം അടിപൊളി ഓഫേഴ്സിനോടൊപ്പം കാത്തിരിക്കുന്നു. 1 ലക്ഷം രൂപയുടെ സ്വർണം ദിവസവും, 12 സ്മാർട്ട് ഫോണുകളും, ഒരു സാംസങ് S4ഉം, 15 ലക്ഷം രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫറുകളും. 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തെന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി, നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം. ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റവ്, കുക്കർ പഴയത് കൊണ്ടുവരൂ, പുതിയത് കൊണ്ടുപോകൂ. മറക്കരുത്, ആരോഗ്യം പരമപ്രധാനമാണ്. പാചകം ക്വാളിറ്റിയുള്ള ഉപകരണങ്ങളിൽ മാത്രം. കൂൾ സിറ്റി, ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കാൻ മൂടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാൽനട പ്രചരണ സംഘടിപ്പിച്ചു. പാലക്കുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നന്ദി ടൗണിൽ സമാപിച്ചു. UPA സർക്കാർ നടപ്പിലാക്കിയ കുടുംബത്തിലെ ഒരാൾക്ക് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കിയ
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ടവരുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും മെച്ചപ്പെടുത്തിയത് കൂടാതെ കാർഷികാഭിവൃദ്ധിക്കും സഹായിച്ചു. 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസ നിയമത്തിലൂടെ ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയത് എടുത്തു പറയാവുന്ന നേട്ടമാണ്. മണ്ഡലം പ്രസിഡന്റ് കണിയങ്കണ്ടി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ ദർശനങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ അടർത്തിമാറ്റാനാവാത്ത വിധം കോൺഗ്രസ് ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ജനസമ്പർക്ക യാത്രയാണ് ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ ഒരുപാട് ദൗർബല്യങ്ങളുണ്ടെങ്കിലും ഇന്നും ജനങ്ങളുടെ മനസ്സിനകത്ത് ഇടം പിടിച്ച ജനങ്ങളുടെ ചിന്തകളോടൊപ്പം നിൽക്കുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CA2 വില്യാപ്പള്ളി വില്ലേജ് സമ്മേളനം മയ്യന്നൂരിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 20 വർഷക്കാലത്തിന്റെ തുടക്കത്തിൽ CA2 പ്രസ്ഥാനമേറ്റെടുത്തു. കഴിഞ്ഞ 13 പണിമുടക്കുകളും CA2 പ്രസ്ഥാനം നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ പണിമുടക്കുകളാണ്. എന്നാൽ 14-15 പണിമുടക്കിന്റെ പ്രത്യേകത എന്താ? ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ തിക്തഫലങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറായി എന്നുള്ളതാണ്. 14ാമത് പണിമുടക്കിൽ INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ പങ്കെടുത്തു. എന്നാൽ ആ പണിമുടക്കിൽ നിന്നും HMSഉം BMSഉം വിട്ടുനിന്നു. എന്നാൽ 2013 ഫെബ്രുവരി മാസം 20-21 തീയതികളിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ 48 മണിക്കൂർ പൊതുപണിമുടക്ക്, ആ പൊതുപണിമുടക്ക് ഒരുപക്ഷേ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും തൊഴിലാളികൾ പണിമുടക്കിയത് പണിമുടക്കിനെ കാണാൻ വേണ്ടി കഴിയില്ല. 13 കോടിയോളം വരുന്ന തൊഴിലാളികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണസിരാകേന്ദ്രങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് 2 ദിവസം പണിമുടക്കി. KK ദിനേശൻ സ്വാഗതം പറഞ്ഞു. TM ദാസൻ, K ഗോപാലൻ, CK ഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാലസംഘം മെമ്പർഷിപ്പ് ദിനത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചോറോട് മാങ്ങാട്ടുപറയിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവർ സാധാരണക്കാരനെ കുറഞ്ഞ തോതിൽ അല്ലെങ്കിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ആഹാരമായി. അപ്പൊ ആ വിധത്തിൽ വളരെ പട്ടിണി കിടന്ന് അവന്റെ ആഹാര കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ പ്രയാസം അനുഭവിച്ച ഒരു നാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണ രീതിയിൽ, വിദ്യാഭ്യാസത്തിൽ ഒക്കെ നമ്മൾ വളരെ പിന്നിലായിരുന്നു. ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ പൂർവികർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വയറു നിറച്ചും ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കൂലി വർധനവിന് വേണ്ടി, നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി, അതുപോലെ നല്ല വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി, ഇന്ന് നിങ്ങൾ നോക്കൂ, ചില പഞ്ചായത്തിലൊക്കെ നടന്നാൽ ഒരു ഓലമേഞ്ഞ വീട് കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇല്ലേ? ഇന്ന് എന്ത് വീടാണുള്ളത്? വാർപ്പ് വീടിലേക്ക് എത്തിയില്ലേ? ഓല വീടായിരുന്നു കുറച്ചു മുമ്പ്, ഓടിട്ട വീടിലേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ ടെറസ് വീടുകളിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ മാറ്റമല്ലേ നാട്ടിൽ നടക്കുന്നത്? ബാലസംഘം ജില്ലാ പ്രസിഡന്റ് AK ഷിനിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അബൂബക്കർ, PP ചന്ദ്രശേഖരൻ മാസ്റ്റർ, K ചന്തു മാസ്റ്റർ, V ദിനേശൻ, KC പവിത്രൻ, AK സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹ KK സ്വാഗതവും വിഷ്ണു AK നന്ദിയും പറഞ്ഞു. ചോമ്പാൽ സബ് ജില്ലാ പ്രവൃത്തി പരിചയമേളയിലും സാമൂഹ്യ ശാസ്ത്രമേളയിലും ഏറാമല സെൻട്രൽ LP സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. സ്കൂൾ ഹാളിൽ ചേർന്ന അനുമോദന ചടങ്ങിൽ ഹെഡ് മിസ്റ്റർസ് CP പങ്കജാക്ഷി ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് CP രാജൻ അധ്യക്ഷനായിരുന്നു. വടകര BP ബഷീർ മാസ്റ്റർ വിജയികളെ അനുമോദിച്ചു. BRC കോർഡിനേറ്റർ നവാസ് മാസ്റ്റർ, M വിജയൻ മാസ്റ്റർ എന്നിവർ വിജയികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന വിജയാഘോഷയാത്രയിൽ മുഴുവൻ രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും പങ്കെടുത്തു. ഒരിടവേള കൂടി. ഇന്റീരിയർ രംഗത്തെ അറേബ്യൻ വസന്തം പാഷൻ ഇന്റീരിയേഴ്സ് വടകരയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ മിഴിവുറ്റതാക്കുവാൻ പാഷൻ ഇന്റീരിയേഴ്സ്. അഴകാർന്ന അലങ്കാരങ്ങളാൽ നിങ്ങളുടെ ഭവനം സ്വപ്ന സദൃശമാക്കുവാൻ പാഷൻ ഇന്റീരിയേഴ്സ്. വീടഴകിന്റെ സംഗീതം പോലെ പാഷൻ ഇന്റീരിയേഴ്സ്. 20 വർഷത്തെ മിഡിൽ ഈസ്റ്റ് സേവന പാരമ്പര്യവുമായി മിഡിൽ ഈസ്റ്റിൽ 10ലേറെ ഔട്ട്ലെറ്റുകളുമായി പാഷൻ ഇന്റീരിയേഴ്സ്, NH ബൈപ്പാസ്, നട്ട് സ്ട്രീറ്റ്, വടകര. ഫോൺ 04962522016. മൊബൈൽ 9846411916. പാഷൻ ഇന്റീരിയേഴ്സ്, ഫർണിഷ് യുവർ ഡ്രീംസ് വിത്ത് പാഷൻ. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കാൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണത്തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാര വസ്തുക്കളും
നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വിലയിൽ. ഫരീദ ഫണ്ണി പാലസ്, NH ബൈപ്പാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 2524-583. 2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് 2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. വാർത്തകൾ തുടരുന്നു. ഔഷധ വില നിയന്ത്രണത്തിന്റെ പേരിൽ കുത്തക കമ്പനികൾ നടത്തുന്ന ചൂഷണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെത്തുതൊഴിലാളി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് KP മുരളി അധ്യക്ഷനായിരുന്നു. വില നിയന്ത്രണത്തിൽപ്പെടാത്ത മരുന്നുകളുടെ വില 10% കൂടുതൽ കൂട്ടിക്കൊണ്ടും ചെറുകിട ഔഷധ വിതരണ മേഖലയിൽ നിയമപരമായി ലഭിച്ചിരുന്ന കമ്മീഷൻ ഗണ്യമായി വെട്ടിക്കുറച്ചും വില നിയന്ത്രണത്തിൽ വന്നിട്ടുള്ള മരുന്നുകളുടെ ചേരുവകളിൽ മാറ്റം വരുത്തി വില കൂട്ടിക്കൊണ്ടുമാണ് ഔഷധ കമ്പനികൾ ചൂഷണം തുടരുന്നത്. ഔഷധവില നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നപ്പോൾ കമ്പനിയുടെ ലാഭം കുറയുന്നതിനു പകരം 4.87% കൂടുകയാണ് ചെയ്തത്. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ ഔഷധ ഉൽപാദന ഗവേഷണ വിതരണ രംഗങ്ങളിലൊക്കെ ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ കേരളം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ പലപ്പോഴും മാതൃകയായി തീരാറുണ്ട്. അങ്ങനെ മാതൃകാപരമായ സംസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ആരോഗ്യ മേഖലയിലും നമുക്ക് ചില്ലറ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല വികസിത മുതലാളിത്ത രാഷ്ട്രങ്ങളോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള വികസന നേട്ടങ്ങൾ നമുക്ക് വിവിധ മേഖലകളിൽ കൈവരിക്കാൻ കഴിഞ്ഞെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ള നേട്ടത്തെ നാം ആരും ചെറുതായി കാണുന്നില്ല. സെക്രട്ടറി C സുമേഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് KP മുരളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫാർമസി കൌൺസിൽ അംഗം ജയൻ കോറോത്ത്, KPPA സംസ്ഥാന സെക്രട്ടറി T സതീശൻ, ജില്ലാ സെക്രട്ടറി സുകുമാരൻ ചെറുവത്ത്, പ്രസിഡന്റ് മഹമ്മൂദ് മൂടാടി, M ഷെറിൻകുമാർ, AP സുനിൽകുമാർ, M ജിഷ, M അമൃത, TV റജീന തുടങ്ങിയവർ സംസാരിച്ചു. ഔഷധവില നിയന്ത്രണത്തിൽ നിന്നും പുറത്തുകടക്കാൻ മരുന്നുകളുടെ ചേരുവകൾ മാറ്റിയ കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഇത്തരം മരുന്നുകളുടെ വിൽപ്പന നിരോധിക്കുകയും ചെയ്യുക, ഫാർമസിസ്റ്റുകളെ മിനിമം വേതന പരിധിയിൽ നിന്നും ഫെയർ വേജസ് പരിധിയിലേക്ക് മാറ്റുക, കറന്റ് ചാർജ് വർധനവിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളെ ഒഴിവാക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. മേലടി ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ മിഷന്റെ കീഴിലെ 10ാം തര തുല്യതാ പഠന ക്ലാസ് പയ്യോളി ഹൈസ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റിയിൽ ശാന്ത ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുവാനാണ് സർക്കാർ ഇത്തരം ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് 8ാം ബാച്ചാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. 161 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നല്ല രീതിയിലുള്ള മാർക്കോടുകൂടി പഠിതാക്കൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കീഴരിയൂർ പഞ്ചായത്തിലെ വിനീഷിനാണ് കഴിഞ്ഞ പരീക്ഷയിൽ ജില്ലാ പഞ്ചായത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ളത്. പയ്യോളി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു KT അധ്യക്ഷയായി. അശോകൻ മാസ്റ്റർ TT, സബീഷ് കുന്നങ്ങോത്ത്, ഗോവിന്ദൻ, മിനി C, ബാബു KK, സുലോചന A, പുഷ്പ KT തുടങ്ങിയവർ സംസാരിച്ചു. KSRTC വടകര ഡിപ്പോയിൽ നിന്ന് വിരമിക്കുന്ന ഇൻസ്പെക്ടർ PP ചന്ദ്രന് INTUC നേതൃത്വത്തിൽ യാത്രയപ്പും യൂണിയൻ ജില്ലാ നേതാക്കൾക്കും സ്വീകരണം നൽകി. ചടങ്ങിൽ പ്രസിഡന്റ് P സുജീഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ഭാരവാഹികൾക്ക് INTUC മോട്ടോർ സെഷൻ ജില്ലാ സെക്രട്ടറി KNA അമീർ പൊന്നാട് അണിയിച്ചു. ജോലിയിൽ നിന്നും വിരമിച്ചു പോകുന്ന PP ചന്ദ്രന് സംഘടനയുടെ ഉപഹാരം കോട്ടയിൽ രാധാകൃഷ്ണൻ സമർപ്പിച്ചു. സ്വീകരണ ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി VM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏറെക്കാലം ചിലപ്പോൾ INTUC ആയി ഒറ്റക്കും അല്ലെങ്കിൽ 2-3 ആളുകളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ആ കാലത്തൊക്കെ KSRTC പറയുന്ന സംവിധാനം ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ വളരെ മൃഗീയമായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്ത് പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല കോൺഗ്രസ് കുടുംബത്തിലെ ആളുകളും KSRTC യൂണിയനുണ്ടായി. പക്ഷേ
അന്ന് സംഘടിതമായ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ, അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ, അവർക്ക് ധൈര്യം കൊടുക്കുവാൻ ആളുകളുണ്ടായിരുന്നില്ല എന്നതാണ് നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ വ്യക്തിപരമായ പഴയകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, സി കെ വിശ്വനാഥൻ, സി പി വിശ്വൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് വി കെ കുഞ്ഞിമൂസ, ടി ടി മോഹനൻ, കെ രാജൻ, ലാലു കക്കട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി എ പ്രമോദ് സ്വാഗതവും കെ വി അശോകൻ നന്ദിയും പറഞ്ഞു. വടകര ഗീതം പബ്ലിക് സ്കൂൾ PTA വാർഷിക ജനറൽ ബോഡി അനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മധു കടത്തനാട് ഉദ്ഘാടനം നിർവഹിച്ചു. മണി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബാലേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ VC നാരായണൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സജിത ടീച്ചർ, ജിഷ ടീച്ചർ, CC രാജൻ, സനൂജ് എന്നിവർ സംസാരിച്ചു. പ്രവീജ ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വടകരയുടെ കിഴക്കൻ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചു. തണ്ടർബോട്ട് ഉൾപ്പെടെയുള്ള സംഘം തെരച്ചിൽ നടത്തി. മണിയൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി കിണറ്റിൽ മരിച്ച നിലയിൽ. ദുരന്ത വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടങ്ങളുമായി കോൺഗ്രസ് ജനങ്ങളിലേക്ക്. മൂടാടിയിൽ കാൽനട ജാഥ നടത്തി. ഔഷധവില നിയന്ത്രണത്തിന്റെ പേരിൽ കുത്തക കമ്പനികൾ ചൂഷണത്തിന്റെ വഴി. ശക്തമായ നടപടി വേണമെന്ന് ഫാർമസിസ്റ്റ് അസോസിയേഷൻ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.